ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ലീവിന് വന്ന സമയത്ത് ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരുപാട് വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആ വഴി വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാനൊരു കൃഷ്ണവിഗ്രഹം നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണവിഗ്രഹം. അപ്പോൾ ആ സമയം ഞങ്ങൾക്ക് ഇറങ്ങി വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ആ റൂട്ടിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് കയറി അവിടെ വിലയൊക്കെ ചോദിച്ചിട്ട് അവിടെ അടുത്ത് വേറെ ഇതുപോലെ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും പോയിട്ട് ഞങ്ങൾ വിലയൊക്കെ ചോദിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വിഗ്രഹം ഇല്ലായിരുന്നു, ഈ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കൃഷ്ണനില്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നു. അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ, എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഒരുപാട് പരിചയമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള, നന്നായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ട്. കൂടാതെ ഇങ്ങനെ ഈ വിഗ്രഹ നിർമ്മാണം അന്ന് മുതലേ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് താരതമ്യേന കുറവാണ് ജീവനക്കാരും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയും അതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വളരെ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഈ ഒരു വഴിക്ക് എത്തുമ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോകും. കാരണം നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ, കുറേ കണ്ണന്മാർ നമ്മളെ നോക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഈ കാഴ്ച നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. അപ്പം ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളും നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ആഗ്രഹിച്ച കണ്ണനെ തന്നെ എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളും ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒന്ന് ഇറങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ആ ഭാഗത്തേക്ക് നോക്കാനൊക്കെ ശ്രമിക്കുക. കുറച്ച് സെക്കൻഡുകളാണെങ്കിലും നമ്മുടെ കണ്ണിന് ഒരുപാട് സന്തോഷം തരുന്ന, കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം നമുക്ക് ഈ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് പുറമെ ഒരുപാട് മറ്റുള്ള വിഗ്രഹങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.